നമസ്കാരം. പാലക്കാട് നിന്ന് വടകരയിലേക്ക് എത്തി വടകര പിടിച്ചെടുത്ത യുവജനങ്ങളുടെ വൻ പ്രതീക്ഷയെ മാറിയിരിക്കുകയാണ് UDFന്റെ ശുഭപ്രതീക്ഷയായ ഷാഫി പറമ്പിൽ. CPMന്റെ കോട്ടയായി മാറിയിരുന്ന വടകര ഷാഫിയുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവർക്കും വൻ പ്രതീക്ഷയാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഷാഫി വടകരയിലേക്ക് വണ്ടി കയറുമ്പോൾ തങ്ങളുടെ നേതാവ് വടകരയിലേക്ക് വിജയം ഉറപ്പിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ജനം കരഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെ യാത്ര അയക്കുന്നത് നാം കണ്ടു. പിന്നീട് വടകരയിലെത്തിയ ഷാഫി പറമ്പിലിന് വടകരക്കാരുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലാൻ അധിക നേരമൊന്നും വേണ്ടി വന്നിരുന്നില്ല. KK രമ ഉൾപ്പെടെയുള്ളവർ ഷാഫിക്ക് നൽകിയ പിന്തുണയെല്ലാം അതിന്റെ തെളിവ് തന്നെയാണ്. ഷാഫി നേടിയെടുത്ത വോട്ടിൽ ഒരു 15% KK രമ നൽകിയിരിക്കുന്ന ഉറപ്പിന്റെയും പ്രചരണത്തിന്റെയും എല്ലാം ഫലമായി ഉണ്ടായിരിക്കുന്ന സ്ത്രീ ജനങ്ങളുടെ വോട്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ പാർട്ടിയെയും നേതാവിനെയും ആകാശത്തോളം ഉയർത്താൻ പ്രവർത്തിച്ച സ്ത്രീ ജനങ്ങളിൽപ്പെട്ട ലീഗ് പ്രവർത്തകർക്ക് നോ എൻട്രി സിഗ്നൽ നൽകുകയാണ് ലീഗ് നേതാവ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ വിജയാഘോഷത്തിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുകയാണ് ലീഗ് നേതാവെന്നാണ് റിപ്പോർട്ട്. ഇന്ന് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ ഭാഗമായി പാനൂരിൽ വെച്ച് നടക്കുന്ന ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് പറയുന്ന ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റേതാണ് ഈ ശബ്ദ സന്ദേശം എന്നാണ് റിപ്പോർട്ട്. കൂത്തുപറമ്പ് നിയോജക മണ്ഡലം UDF കമ്മിറ്റി ഇന്ന് പാനൂരിൽ ഷാഫി പറമ്പിലിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും അതിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും എന്നാൽ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നുമാണ് ലീഗ് നേതാവ് ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുക്കും ചിട്ടയുമുള്ള ആഘോഷം മതിയെന്നും വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചാൽ മാത്രം മതിയെന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആവേശത്തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ല എന്നും വനിതാ പ്രവർത്തകർ ആക്ഷേപം വരാതെ ജാഗ്രത പുലർത്തണമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതകൾ കാണിക്കുന്ന ആവേശം നമുക്ക് പാടില്ല എന്നുമാണ് നിർദ്ദേശത്തിലുള്ളത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിർദ്ദേശമെന്നും ലീഗ് നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. വോട്ടെണ്ണൽ ദിവസം പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്ത് ആഘോഷിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ലീഗ് നേതാവിന്റെ വിവാദ നിർദ്ദേശത്തിന്റെ ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും ഇല്ലാതിരുന്ന നിയന്ത്രണങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം വിജയം ഉറപ്പിച്ചതിനു ശേഷം ഇങ്ങനെ ഒരു സന്ദേശം പുറത്തു വന്നത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്.